ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും അന്വേഷണ നടപടികളെ നിശ്ചിതമായി ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ സമീപനം കേരളത്തിലെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള സുപ്രധാനമായ നിയമപരമായ സംശയങ്ങളാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. കേസിലെ മൂന്നാം പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എൻ വാസുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി സർക്കാരിന്റെയും അന്വേഷണ ഏജൻസികളുടെയും അനാസ്ഥയെ തുറന്നുകാട്ടിയത്. കേസിന്റെ അടിസ്ഥാനപരമായ വിഷയമായ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതാണ് കോടതിയെ രൂക്ഷമായ വിമർശനത്തിലേക്ക് നയിച്ചത്. കേസിൽ ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക ക്രമക്കേടിന്റെ വ്യാപ്തി വലുതായിരിക്കെ തെളിവുകളുടെ അഭാവം കേസിന്റെ നിയമപരമായ സാധുതയെ തന്നെ തകർക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ കേസിന്റെ നിയമപരമായ അടിത്തറ ദുർബലപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം 1998 ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഔദ്യോഗിക രേഖകളുടെയും തെളിവുകളുടെയും അഭാവമാണ്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ക്ഷേത്രഭരണത്തിൽ നിലനിൽക്കുന്ന രേഖാപരമായ അച്ചടക്കമില്ലായ്മയുടെ ഗൗരവമായ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി മാത്രമാണ്. സ്വർണം വേർതിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ഏക തെളിവായി ഈ മൊഴി മാത്രം ഹാജരാക്കപ്പെട്ടപ്പോൾ കോടതിയുടെ പ്രതികരണം വളരെ ശക്തമായിരുന്നു. ഈ മൊഴിയല്ലാതെ മറ്റെന്തെങ്കിലും രേഖയുണ്ടോ? രേഖയില്ലെങ്കിൽ പിന്നെ കേസ് എങ്ങനെ നിലനിൽക്കും? ഈ ചോദ്യം അന്വേഷണത്തിന്റെ നിലവാരത്തെയും സർക്കാർ ഏജൻസികളുടെ ഉത്തരവാദിത്ത ബോധത്തെയും ഒരേ സമയം ചോദ്യം ചെയ്യുന്നു. ഒരു ക്രിമിനൽ കേസിന്റെ നിയമപരമായ സാധുത സ്ഥാപിക്കുന്നതിൽ ഡോക്യുമെന്ററി തെളിവുകൾക്കുള്ള പ്രാധാന്യം കോടതി ഇവിടെ അടിവരയിട്ട് ഉറപ്പിച്ചു. സ്വർണം പൂശാനായി കട്ടിളപ്പാളി നൽകിയതുമായി ബന്ധപ്പെട്ട് അത് ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയ കുറ്റത്തിനാണ് അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസു ജയിലിൽ കഴിയുന്നത്. കട്ടിളപ്പാളി മുൻപ് സ്വർണം പൊതിഞ്ഞതായി ദേവസ്വം രേഖകളിൽ ഒരിടത്തും പറയുന്നില്ല എന്ന വാദമാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഈ കോടതിയിൽ ഉന്നയിച്ചത്. ഈ വാദം നിലനിൽക്കുന്നതാണെങ്കിൽ സ്വർണമാണ് കൈകാര്യം ചെയ്തതെന്ന് തെളിയിക്കാൻ രേഖകളില്ലാത്ത സാഹചര്യത്തിൽ എൻ വാസുവിനെതിരെയുള്ള കേസിന്റെ പ്രധാന ഘടകം ദുർബലമാകും. എൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് 2019 മാർച്ച് 19 കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതി ചേർത്തതെന്ന കണ്ടെത്തലാണ് അദ്ദേഹത്തെ കേസിൽ മൂന്നാം പ്രതിയാക്കിയത്. മാർച്ച് 31 കമ്മീഷണർ സ്ഥാനത്ത് നിന്നും മാറിയ അദ്ദേഹം പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റതും കേസിലെ ഉദ്യോഗസ്ഥ തലത്തിലെ ഇടപെടലുകളുടെ തുടർച്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉന്നയിച്ച വാദങ്ങളിലും ഹൈക്കോടതി വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തി. എഫ്ഐആറിൽ കട്ടിളപ്പാളി മാത്രമാണ് പ്രധാന വിഷയമായി പരാമർശിച്ചിരുന്നത്. എന്നാൽ കേസിൽ ശിവരൂപം, ആർച്ച, വ്യാളി, രാശി, പ്ലേറ്റ്, ദശാവതാരം എന്നിവയും ഉൾപ്പെട്ടതാണെന്ന വാദം സർക്കാർ പിന്നീട് ഉന്നയിച്ചു. ഈ അധിക റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിലോ വിജിലൻസ് കോടതിയിലോ നൽകിയിട്ടില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഒരു ക്രിമിനൽ കേസിൽ എഫ്ഐആർ ആണ് പ്രാഥമികവും നിയമപരവുമായ അടിസ്ഥാന രേഖ. നിലവിലെ എഫ്ഐആർ പ്രകാരം കട്ടിളപ്പാളി തന്നെയാണ് പ്രധാന വിഷയമെന്ന് കോടതി വ്യക്തമാക്കുകയും മറ്റു വസ്തുക്കളെക്കുറിച്ച് പറയുന്ന റിപ്പോർട്ടിന് നിയമപരമായ സാധുതയില്ലെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. നിയമ നടപടികളിൽ പാലിക്കേണ്ട കൃത്യമായ രീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള കോടതിയുടെ ഈ നിരീക്ഷണം അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്നുണ്ട്. കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അടിസ്ഥാനപരമായ നിയമപരമായ പിഴവുകൾ മറച്ചുവെക്കാനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നതെന്ന പ്രതീതിയാണ് കോടതി നിരീക്ഷണങ്ങൾ നൽകുന്നത്. സ്വർണം പൂശിയ ശേഷം മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ പ്രസിഡന്റായ എൻ വാസുവിന് അയച്ച ഇമെയിൽ സന്ദേശം കേസിൽ വലിയ വഴിത്തിരിവായി. സ്വർണം പൂശലിന് ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും ഇതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളതുമായിരുന്നു ആ സന്ദേശം. ഈ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും പിന്നീട് അതേക്കുറിച്ച് അന്വേഷിച്ചില്ലെന്നുമുള്ള വാസുവിന്റെ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ക്ഷേത്ര സ്വത്തുമായി ബന്ധപ്പെട്ട ഇത്തരം സംശയകരമായ ആശയവിനിമയങ്ങൾ ലഭിക്കുമ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് കേസിൽ അദ്ദേഹത്തിന്റെ പങ്ക് കൂടുതൽ സംശയകരമാക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഈ ശക്തമായ നിലപാടുകൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ ഭാവിയെ നിർണായകമായി സ്വാധീനിക്കും. മതിയായ തെളിവുകളോ രേഖകളോ ഇല്ലാതെ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിയമപരമായി നിലനിൽക്കില്ല. കോടതിയുടെ വിമർശനങ്ങളെ തുടർന്ന് അന്വേഷണ ഏജൻസികൾക്ക് ഒന്നുകിൽ കൂടുതൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ കേസ് ദുർബലപ്പെട്ട് ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. ഈ കേസ് ക്ഷേത്രഭരണത്തിലെ സുതാര്യത, ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം, പൊതുമുതൽ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട അച്ചടക്കം എന്നിവയെക്കുറിച്ചുള്ള പൊതുചർച്ചകൾക്ക് വീണ്ടും വഴിയൊരുക്കിയിരിക്കുകയാണ്. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയുള്ള കോടതിയുടെ ഇടപെടൽ നിയമവാഴ്ചയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചരിത്രപരമായ നിമിഷമാണ്. കേസിന്റെ ഭാവി നടപടികൾ, പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് എത്രത്തോളം ഔദ്യോഗിക രേഖകൾ സംരക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും.